പഠിക്കുക മനമേനെ പഠിക്കുക ഗുരുഗീതം. സജ്ജനങ്ങളെ, നമ്മുടെ കണിച്ചുളങ്ങര ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ്. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ നമ്മുടെ ക്ഷേത്രം പണ്ട് നിത്യനിദാനത്തിന് വകയില്ലാതെ കിടന്നിരുന്ന സമയത്താണ് നമ്മുടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ തൃപാദങ്ങൾ ഇവിടെ പതിയുകയും പൂജാതി കർമ്മങ്ങൾ നേരാംവിധം കാണുകയും എങ്ങനെ ചെയ്യണമെന്നും ഇവിടുത്തെ ദേവി അതിഭയങ്കരമായ ശക്തിയുള്ള ദേവിയാണെന്ന് അദ്ദേഹം കാണുകയും അതനുസരിച്ചുള്ള തന്ത്രി വിധി പ്രകാരമുള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്താൽ അമ്മയുടെ അനുഗ്രഹവും നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും കിട്ടുമെന്നും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അന്ന് പറയുന്നതനുസരിച്ചിട്ടുള്ള പൂജാതി കർമ്മങ്ങളാണ് ഇന്നും ഇവിടെ നിലനിർന്നു വരുന്നത്. അങ്ങനെയുള്ള നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഇന്ന് ഒട്ടനവധി മെയിനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുഴുക്ക് വഴിപാട്, അതുപോലെ തന്നെ തിരുപിടുത്തം, ഇതുപോലുള്ള വഴിപാടൊക്കെ ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. ദേവിയുടെ ശക്തി വരും ഓരോ ദിവസങ്ങളിലും, ഓരോ മിനിറ്റുകളിലും, ഓരോ സെക്കൻഡുകളിലും അമ്മയുടെ ശക്തി നമ്മൾ എന്തിനാണോ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് ആ ക്ഷേത്രത്തിൽ ദുഃഖങ്ങളും കഷ്ടപ്പാടും അമ്മയോട് പറയുമ്പോൾ അമ്മ നമുക്ക് എന്തൊക്കെയോ തരാൻ പറ്റുന്ന അതോട് പ്രാർത്ഥനയോടൊപ്പം നമ്മൾ ഭഗവതിയെ എന്തു വിളിക്കുമ്പോൾ അമ്മ നമ്മളോടൊപ്പം ഇറങ്ങി വരുന്ന ഒരു ഭഗവതിയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിലുള്ളത്. എല്ലാ ദേവീഭക്തരും ഇവിടെ എത്തുകയും എല്ലാ ചതയദിന പ്രാർത്ഥനകളിലും ഒക്കെ ഇവിടെ പങ്കുകൊള്ളുകയും ഭഗവതിയുടെയും ഭഗവാൻ ഗുരുദേവൻ്റെ അനുഗ്രഹങ്ങളൊക്കെ എല്ലാവരും വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
നിർമ്മലായ നമഃ. ഓം യുമാന്തജ്ഞായ നമഃ. ഓം ആജ്ഞാനുവർത്തിലോകായ നമഃ. ഓം സച്ചിദാനന്ദസ്വരൂപായ നമഃ. ഓം അദ്യാഭ്യായ നമഃ. ഓം നേഹാത്മബന്ധേ നമഃ. ഓം നാശിദാശന്മഠായ നമഃ. ഓം ഭക്തിസംയുക്തായ നമഃ. ഓം സ്ഥൂലസുമകാരണ ശരീരാതിരിക്കായ നമഃ. ഓം കാരുണ്യസമ്പൂർണായ നമഃ. ഓം ബാഹ്യകർമ്മേന്ദ്രിയാതിരിക്കായ നമഃ. ഓം സഗുണപുത്യാദിഭൂതോത്തരായ നമഃ. ഓം അവതാത്രസാക്ഷിണീ നമഃ. ഓം ദേവതൈ മനിഷാവിജിനാത്മനേ നമഃ. ഗുരുവിനർച്ചന ഉരുവിടുന്നു ഞാൻ. മഹാവെളിച്ചമേ നമസ്കരിപ്പു ഞാൻ. എനിക്കു നേർവഴി തെളിച്ച ദൈവമേ. എനിക്കു നേർവഴി തെളിച്ച ദൈവമേ. മനസ്സിലെപ്പോഴും ഗുരുവിലങ്ങണം. മനസ്സിലെപ്പോഴും ഗുരുവിലങ്ങണം. ശ്രീനാരായണ ഗുരുദേവ. ശിവനാരായണ ഗുരുദേവ. ശിവനാരായണ ജയ നാരായണ ഗുരുദേവ. ബോധായ നമഃ. ഓം നിത്യാത്മനേ നമഃ. ഓം നിത്യാത്മബോധായ നമഃ.
എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അന്നത്തെ ആ പ്രാർത്ഥന ഭക്തി നിർഭരമായി എല്ലാവർക്കും ഭക്തി കിട്ടുന്ന രീതി, ഭഗവാന്റെ നേരിട്ടുള്ള ഒരു അനുഗ്രഹം കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥന ഇവിടെ നടക്കണം. അപ്പോൾ അതിനെല്ലാവരും നിങ്ങളെല്ലാവരും ഒന്നടങ്കം പാപ്പാളിച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭക്തി നിർഭരമായ ആ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും പങ്കുകൊള്ളുകയും ഭഗവാൻ ഗുരുദേവന്റെയും കടച്ചുളങ്ങരമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും വാങ്ങണമെന്നും നിങ്ങളുടെ യാത്രകളിലും ഉറക്കത്തിലും എല്ലാം ഭഗവാൻ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എല്ലാവർക്കും ഭഗവാൻ ഗുരുദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാർഷികാചരണത്തിന്റെ നോട്ടീസ് ഞാൻ സാറിന് കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാവരുടെ അനുവാദത്തോടുകൂടി